ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വണ്ടികൾ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനായി കസ്റ്റംസിന്റെ വ്യാപക റെയ്ഡ്. ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിലാണ് കേരളത്തിലടക്കം പരിശോധന നടത്തിയത്. നടന്മാരായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തി. ദുൽഖറിന്റെ 2 വാഹനങ്ങളും അമിത്തിന്റെ 8 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച 150-ലധികം വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തുകയും വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് പലർക്കായി വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 30 വാഹനങ്ങൾ കസ്റ്റംസ് കേരളത്തിൽ മാത്രം പിടിച്ചെടുത്തു. വാഹനങ്ങൾ വാങ്ങിയവരെയും ഇടനിലക്കാരെയും കണ്ടെത്താനായി ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിലാണ് കസ്റ്റംസ് റെയ്ഡ് ആരംഭിച്ചത്. കേരളത്തിൽ വിറ്റ വാഹനങ്ങൾ സ്വന്തമാക്കിയെന്ന് കണ്ടെത്തിയവരിൽ നടന്മാരായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ, ചില സർക്കാർ ഉദ്യോഗസ്ഥർ, വ്യവസായികൾ എന്നിവരുമുണ്ട്. ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ടോട്ടൽ 36 വണ്ടികൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, അടിമാലി, കൊച്ചി, തൃശ്ശൂർ, മലപ്പുറം, കുറ്റിപ്പുറം, കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടുന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഡോക്യുമെൻറ്റ്സ് നോക്കുന്നേ ഉള്ളൂ. ദുൽഖറിൻ്റെ 2 വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദുൽഖറിന്റെ കൊച്ചി എളംകുളത്തെയും മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ ഗ്യാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തി. ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഇതിൽ ഒന്നിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിച്ചിട്ടില്ല. പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താനായില്ല. നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 8 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. വീട്ടിൽ നിന്നും 2 വാഹനങ്ങളും വർക്ക്ഷോപ്പിൽ നിന്ന് 6 വാഹനങ്ങളുമാണ് പിടിച്ചെടുത്തത്. ഇതിൽ 2 എണ്ണം കസ്റ്റംസ് ഓഫീസിലെത്തിച്ചു. 5 വർഷമായി താൻ ഉപയോഗിക്കുന്ന വാഹനമാണെന്നും വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഒന്ന് സുഹൃത്തിൻ്റെതാണെന്നും അമിത് പറഞ്ഞു. ഈ വണ്ടിയുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും സാധനങ്ങളും അവർ കൊണ്ടുപോയി. അതെല്ലാം കൊണ്ടുപോയി RT ഓഫീസറും വന്ന് ഇൻസ്പെക്ട് ചെയ്തു. ജെന്യുവനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഇത് ആദ്യമേ രജിസ്റ്റർ ചെയ്യണ സമയത്ത് അവർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ വണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള FS പേപ്പേഴ്സ് എല്ലാം അവർ കൊടുക്കും. അത് 1999 ഡൽഹി അവിടെ രജിസ്റ്റർ ചെയ്ത് അവർ കൈപ്പറ്റിയതാണ്. കൊച്ചിയിൽ മാത്രം 15 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. തൃശൂർ പാലിയക്കരയിലെ ബാഡ് ബോയ് മോട്ടൽ വേൾഡിൽ പരിശോധന നടത്തി. ആഡംബര വാഹനങ്ങളുടെ രൂപമാറ്റം നടത്തുന്ന കേന്ദ്രമാണിത്. കോഴിക്കോടും മലപ്പുറത്തുമായി 4 വാഹന ഷോറൂമുകളിലും 3 വീടുകളിലും പരിശോധന നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.